അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ വീട്ടിൽ മേടിച്ചൊരു മീനാണ് കേട്ടോ. അത് ചെമ്പല്ലിയാണ് മീൻ. ഇതിനകത്ത് 2 പലിഞ്ഞീനുണ്ടായിരുന്നേ, ഒന്നിങ്ങനത്തെയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നന്നാക്കി കഴിഞ്ഞപ്പോഴേ ഇതിനകത്തുനിന്ന് ഒരു വര പോലൊരു സാധനം, ഈ പലിഞ്ഞീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ. അപ്പോൾ ഞാൻ ഓർത്തത് ഞരമ്പ് അങ്ങനെ ആയിരിക്കും ഈ സംഭവം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല. ഞാനത് കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടോ, അതിങ്ങനെ ഒരു വര പോലെ ഇരിപ്പുണ്ട്. നമ്മുടെ മണ്ണിര അതൊക്കെ പോലെയൊക്കെ ഇരിക്കുന്നൊരു സാധനം. പക്ഷേ ഇത് ശരിക്കും നമുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ പോലെ ഇരിക്കുന്നത്. പക്ഷേ റബ്ബറല്ല, നമ്മൾ വലിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. പക്ഷെ അതേപോലെ നമുക്ക് തൊടുമ്പോൾ ഒരു ഫീൽ ചെയ്യണത്. ഇതെന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. ഇതിൻ്റെ വരയാണോ, കണ്ടിട്ടൊരു വരയെ പോലെ തന്നെ ഇരിപ്പുണ്ട്. കണ്ടോ കണ്ടോ, വളരെ ഒരു പാട പോലെ അതിൻ്റെ ഉള്ളിൽ കണ്ടോ. അപ്പോൾ ഇനിയും വേറെ ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ എനിക്കത് കണ്ടിട്ട് എന്താണെന്ന് വലിയ പിടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമോ, ഇങ്ങനെ ഉണ്ടാകുമോ, ഇനി ഇത് കഴിക്കാൻ പറ്റുമോ? നമ്മളിത് കളഞ്ഞിട്ടുണ്ട്, ഇപ്പം നിലവിൽ എടുത്തിട്ടില്ല. കണ്ടോ, ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിച്ചതേ, ഈ നമ്മുടെ പല്ലിൻ്റെ ഉള്ളിൽ ചില ഭാഗങ്ങളിൽ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ കളഞ്ഞിട്ടോ ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് വന്നത്. ഇതിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാണിച്ചു തരാവേ. കണ്ടോ, പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരെയാണ്. കണ്ടോ, കണ്ടിട്ടത് ബ്ലഡാണെന്ന് അത് ഒരു ഞരമ്പായിട്ട് തോന്നണില്ല. ഇങ്ങനെ കട്ട കൂടിയിരിക്കും. നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഞെക്കിയെടുത്ത് കഴിയുമ്പോഴാണ് ഈ സാധനം ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നത്. കണ്ടോ, ഒരു കട്ട പോലെയും വേണ്ടി വരണം. ഇത് കട്ടയാണ്. ഉള്ളിൽ നിന്ന് ഒരു ബ്ലഡിൻ്റെ ഒക്കെ ഒരു കട്ട, ഭയങ്കര കട്ടിയുണ്ട് അതിന്. ഇങ്ങനെ കണ്ടോ, ഇതെല്ലാം ചോരക്കറിയാണ്. ഇതും അതൊക്കെ തന്നെയാണ് കേട്ടോ. കണ്ടോ, അതിങ്ങനെ കട്ട കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.